സൂപ്പർ ഔട്ടാ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ജസ്റ്റ് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വ്ലോഗും എന്തൊക്കെ വാങ്ങി, പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നൂഡിൽസാണ്, അത് കഴിച്ച വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വീക്കെൻഡിൽ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഓർ ട്വൈസ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. ഇത് മെയിൻ ഫുഡൊന്നുമല്ല, നമുക്ക് ഇടയ്ക്കൊന്ന് വിശക്കുമ്പോൾ എളുപ്പം കഴിക്കത്തക്കവണ്ണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഇങ്ങനത്തെ ഫുഡ് നൂഡിൽസ് കഴിക്കണ്ട. എനിക്ക് വയ്യ. പിന്നെ പലർക്കും അറിയാവുന്ന പോലെ ഇവിടെ ഒരുപാട് ബ്രാൻഡ് നൂഡിൽസ് കിട്ടും. നാട്ടിലേക്കാളൊക്കെ ഒത്തിരി കിട്ടും, കാരണം പല കൺട്രീസിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കെല്ലാം വാങ്ങാറുള്ള ഒരു ബ്രാൻഡാണ്, പിള്ളേർക്ക് ഇഷ്ടമുള്ളൊരിതാണ്. ഇതിൻ്റെ തന്നെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതുണ്ട്, മൈൽഡ് സ്പൈസി, അങ്ങനെ പല രീതിയിലുണ്ട്. അതിൻ്റെ കവറിൻ്റെ കളർ അനുസരിച്ചാണ് അതെല്ലാം വരുന്നത്. പിന്നെ ഇത് മോൾക്ക് സ്കൂള് തുറന്നു, കഴിഞ്ഞ ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. അപ്പം ബുക്സ് എല്ലാം കിട്ടിയായിരുന്നു, അതെല്ലാം വാങ്ങിയിട്ട് അതെല്ലാം ജസ്റ്റ് എല്ലാം നോക്കുകയാണ്, കാരണം ഓൾറെഡി നോട്ട്സ് എല്ലാം കൊടുക്കാൻ തുടങ്ങി. അതെല്ലാം ഇനിയും കോപ്പി ചെയ്തെടുക്കണം. ഉണ്ടല്ലോ പഠിക്കാനായിട്ട്. കുട്ടി പഠിക്കാൻ നോക്കിയിരിക്കുക. ഷൈനി കവറുണ്ടോ? ഗ്ലോസി. ജോനയ്ക്ക് 11th ബുക്സ് കിട്ടി, എടുത്തോണ്ടിരിക്കുക. പിന്നെ ഇവിടെ സ്കൂളിൽ ബുക്സ് എല്ലാം മിക്കവാറും നോട്ട് ബുക്സ് മാത്രമേ വന്നിട്ടുള്ളൂ, ടെക്സ്റ്റ് ബുക്സ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും കിട്ടാനുണ്ട്. പക്ഷേ നോട്ട് ബുക്സ് എല്ലാം കിട്ടി, അതിന് നോട്ട്സ് എല്ലാം ഓൾറെഡി അവർ കൊടുക്കാൻ തുടങ്ങി. അതെല്ലാം ഇനിയും എഴുതണം. പിന്നെ 11th അവർ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോർഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ മോള് പഠിക്കുന്നത് അബുദാബി മുസഫയിലുള്ള ബ്രൈറ്റ് റൈഡേഴ്സ് സ്കൂളിലാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്കൂളാണ്. ഭയങ്കര ഹാപ്പിയാണ് അവിടുത്തെ ആ ഒരു ടീച്ചിങ്ങും അവിടുത്തെ സിസ്റ്റം എല്ലാം. ഞങ്ങൾക്കും ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. പറ്റുമെങ്കിൽ ഒരു ദിവസം നമുക്കൊരു സ്കൂൾ പോയി വരുന്ന ഒരു വ്ളോഗ് ഇടാൻ നോക്കാം. പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ഏർലി മോർണിംഗ് ആയിട്ട് തന്നെ പോകണം. നാട്ടിൽ നമുക്കൊരു ഒത്തിരി നേരത്തെ ഒന്നും സ്കൂളിൽ പോകാൻ ഇറങ്ങേണ്ട കാര്യമില്ല. ഇവിടെ പക്ഷേ സ്കൂളുകളൊക്കെ കുറച്ച് ദൂരത്തായതുകൊണ്ട് ബസ്സിൽ കുറച്ച് നേരം അവിടെ പോകേണ്ടതുകൊണ്ട് അങ്ങനെ നേരത്തെ ഇറങ്ങേണ്ടി വരും. ബുക്ക് വന്നിനി നോട്ട്സ് എഴുതണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഹോം വ്ളോഗ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ ഇടാറുണ്ടല്ലോ ഓരോ വ്ളോഗ്സ്. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.